ഇൻഫോസ്പെയറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ത്യയിലെ 5 സംസ്ഥാനങ്ങളിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ്. കേരളത്തിലെ വോട്ടെടുപ്പ് നടക്കുന്നത് ഏപ്രിൽ 9, അതായത് മറ്റന്നാളാണ്. ജനാധിപത്യത്തിൻ്റെ ഏറ്റവും വലിയ ഈ ഉദ്യമത്തിൽ നമ്മളെല്ലാവരും തന്നെ പങ്കെടുക്കാൻ ശ്രമിക്കുക. ജനാധിപത്യ ബോധമുള്ള ഏതൊരു പൗരനും ഒഴിവാക്കാനാവാത്ത സാഹചര്യങ്ങൾ ഒഴിച്ച് എല്ലാവരും തന്നെ നിങ്ങളെ സമ്മതിദാനാവകാശം വിനിയോഗിക്കണം. നിങ്ങൾ വോട്ട് ചെയ്യാൻ പോകുമ്പോൾ നിങ്ങളെ ഒന്നാമത്തെ സംശയം വോട്ടേഴ്സ് ലിസ്റ്റിൽ പേരുണ്ടോ, അല്ലെങ്കിൽ ഏത് പോളിംഗ് ബൂത്തിലാണ്, ഏത് മണ്ഡലത്തിലാണ്, ഏത് സെൻറ്ററിലാണ് എന്നൊക്കെ ആവും. അത് നിങ്ങളെ ഫോണിൽ തന്നെ നോക്കിയാൽ മനസ്സിലാവും. അതേക്കുറിച്ച് അവസാനം പറയാം. ഇനി നമ്മൾ വോട്ട് ചെയ്യാനായിട്ട് പോളിംഗ് ബൂത്തിലേക്ക് വരുമ്പോൾ ആ പോളിംഗ് ബൂത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഓഫീസർ എന്ന് പറയുന്നത് പ്രിസൈഡിംഗ് ഓഫീസറാണ്. അതായത് ഒരു പോളിംഗ് സ്റ്റേഷനെ സംബന്ധിച്ചിടത്തോളം ആ പോളിംഗ് സ്റ്റേഷൻ്റെ ബിൽഡിംഗ്, അതിന് ചുറ്റുമുള്ള 100 മീറ്റർ ഏരിയയും എന്ന് പറയുന്നത് കംപ്ലീറ്റ് ആയിട്ട് പ്രിസൈഡിംഗ് ഓഫീസറുടെ കൺട്രോളിലായിരിക്കും. ഇനി വോട്ട് ചെയ്യാൻ പോകുമ്പോൾ എന്തെല്ലാം രേഖകൾ കരുതണമെന്ന് നോക്കാം. ഇലക്ഷൻ കമ്മീഷൻ ഇഷ്യൂ ചെയ്തിരിക്കുന്ന സ്ലിപ്പ് നിങ്ങൾ നിർബന്ധമായും കരുതണം. അതോടൊപ്പം ഒരു ID കാർഡ് കൂടി നിങ്ങൾ കരുതേണ്ടതുണ്ട്. ഈ ID കാർഡായിട്ട് ഒന്നാമത്തെ വോട്ടേഴ്സ് ID കാർഡ്, അല്ലെങ്കിൽ പാസ്പോർട്ട്, ഡ്രൈവിംഗ് ലൈസൻസ്, അല്ലെങ്കിൽ എംപ്ലോയീസ് ID കാർഡ് ഉണ്ടെങ്കിൽ അത്, അല്ലെങ്കിൽ പാൻ കാർഡ്, അല്ലെങ്കിൽ പെൻഷൻ കാർഡ് ഉണ്ടെങ്കിൽ അതും ഉപയോഗിക്കാം, അല്ലെങ്കിൽ ആധാർ കാർഡ്, അല്ലെങ്കിൽ ഇലക്ഷൻ കമ്മീഷൻ്റെ ID കാർഡ് ഡൗൺലോഡ് ചെയ്ത് കൊണ്ടുപോകാവുന്നതാണ്. അപ്പോൾ മേൽപ്പറഞ്ഞ ഡോക്യുമെൻറ്റ്സിൽ ഏതെങ്കിലും ഒന്ന് ID കാർഡായിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇനി പോളിംഗ് ബൂത്തിലേക്ക് കയറുമ്പോൾ നിങ്ങൾ കയറി ചെല്ലുന്നതിൻ്റെ സൈഡിലായിട്ട് നാട്ടിലെ കുറച്ച് രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളെ കാണാൻ സാധിക്കും. അവരുടെ ഡ്യൂട്ടി എന്താണെന്ന് വെച്ചാൽ വോട്ട് ചെയ്യാൻ വന്നിരിക്കുന്ന ആളുകൾ ജെനുവിനാണോ, അല്ലെങ്കിൽ കള്ളവോട്ടുണ്ടോ, ഇരട്ട വോട്ട് ചെയ്യുന്നുണ്ടോ എന്നൊക്കെ നോക്കുന്നതിനാണ് പൊളിറ്റിക്കൽ പാർട്ടീസിൻ്റെ നോമിനികൾ അവിടെ ഇരിക്കുന്നത്. അതുകഴിഞ്ഞ് ഫസ്റ്റ് ടേബിളിൽ ഇരിക്കുന്ന വ്യക്തി ഫസ്റ്റ് പോളിംഗ് ഓഫീസറാണ്. അദ്ദേഹത്തിൻ്റെ ജോലി എന്ന് പറയുന്നത് വോട്ടറെ ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളതാണ്. അതായത് സ്ലിപ്പും ID കാർഡും വെച്ചിട്ട് മണ്ഡലത്തിലെ ഇലക്ടോറൽ റോൾ കയ്യിലുണ്ടാവും. അതും വെച്ചിട്ട് ക്രോസ് ചെക്ക് ചെയ്ത് നോക്കും. ചെക്ക് ചെയ്ത ശേഷം അദ്ദേഹം ഇടത്തു നിന്ന് വലത്തോട്ട് മുകളിലേക്ക് ഒരു വര വരയ്ക്കും. അതിനുശേഷം വോട്ടറുടെ പേരും ക്രമനമ്പറും ഉറക്കെ വായിക്കും. ശേഷം സെക്കൻഡ് പോളിംഗ് ഓഫീസറുടെ അടുത്തേക്ക് വിടും. സെക്കൻഡ് പോളിംഗ് ഓഫീസർ 17 നമ്പർ ഇട്ടിരിക്കുന്ന ഒരു ഫോമോട് കൂടിയ ഒരു ബുക്കുണ്ട്. ആ ബുക്കിൽ സീരിയൽ നമ്പർ എഴുതിയ ശേഷം നിങ്ങളോട് ഒപ്പിടാൻ പറയും. നിങ്ങൾക്ക് ഒപ്പിടാം, അല്ലെങ്കിൽ തമ്പിടാം. അതിനുശേഷം നിങ്ങളുടെ ഇടത് കൈയിലെ ചൂണ്ടുവിരലിൽ ഇൻഡെലിബിൾ ഇങ്ക് പതിക്കും, അതായത് മഷി പുരട്ടും. ശേഷം നിങ്ങൾക്ക് വോട്ട് ചെയ്യുന്നതിനുള്ള സ്ലിപ്പ് പ്രൊവൈഡ് ചെയ്യും. അടുത്തത് തേർഡ് പോളിംഗ് ഓഫീസറാണ്. അവർ സ്ലിപ്പ് വാങ്ങിയ ശേഷം നിങ്ങളുടെ കയ്യിൽ മഷി ഉണങ്ങിയെന്ന് ഉറപ്പുവരുത്തി കൺട്രോളിംഗ് യൂണിറ്റിലെ സ്വിച്ച് അമർത്തും. അപ്പോൾ ഒരു ബീപ്പ് സൗണ്ട് കേൾക്കാം. ശേഷം വോട്ട് ചെയ്യുന്ന കൗണ്ടറിൽ പോയി ആർക്കാണോ നിങ്ങൾ വോട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അവർക്ക് വോട്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ആ മെഷീനുമായി കണക്ട് ചെയ്ത മെഷീനിൽ നിങ്ങൾ ആർക്കാണോ വോട്ട് ചെയ്തത് അവരുടെ ഫോട്ടോയും ചിഹ്നവും കാണിക്കുന്നതാണ്. നിങ്ങൾ ആർക്കാണോ വോട്ട് ചെയ്തിരിക്കുന്നത് അതല്ലാതെ മറ്റേതെങ്കിലും ചിഹ്നമോ ഫോട്ടോയോ കാണിക്കുന്നുണ്ടെങ്കിൽ അപ്പോൾ തന്നെ നിങ്ങൾക്ക് ഇൻഫോം ചെയ്യാവുന്നതാണ്. അപ്പോൾ അതൊക്കെ കൺഫേം ആക്കുക. പിന്നീട് ഓട്ടോമാറ്റിക്കായിട്ട് അത് താഴോട്ട് പോകുന്നതാണ്. നിങ്ങൾ അമർത്തിയ ബട്ടണിൽ നേരെയാണോ ലൈറ്റ് കത്തുന്നതെന്നൊക്കെ നോക്കണം. അപ്പോൾ ഒരു ബീപ്പ് സൗണ്ട് കേൾക്കും. അതിനുശേഷം നിങ്ങളുടെ വോട്ടിംഗ് പൂർത്തിയാകുന്നതാണ്. ഇനി നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ വോട്ടർ പട്ടികയിൽ പേരുണ്ടോ എന്നും ഏത് ബൂത്തിലാണ് വോട്ട് എന്നും ഓൺലൈനായിട്ട് പരിശോധിക്കുന്ന വിധം കാണാം. അതായത് electoralsearch.eci.gov.in എന്ന വെബ്സൈറ്റിൽ പ്രവേശിച്ച് സെർച്ച് ബൈ എപ്പിക് എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കണം. എപ്പിക് നമ്പർ നൽകുകയും സംസ്ഥാനം തിരഞ്ഞെടുക്കുകയും ചെയ്താൽ പേര് വിവരങ്ങൾ ലഭ്യമാകും. നിങ്ങളുടെ മണ്ഡലം ഏതാണെന്നും ഏത് ബൂത്തിലാണോ വോട്ട് ചെയ്യേണ്ടതെന്നും അതിൽ കാണിക്കുന്നതാണ്. ഇതേ പേജിലെ തന്നെ രണ്ടാമത്തെ ഒരു ഓപ്ഷനാണ് സെർച്ച് ബൈ ഡീറ്റെയിൽസ്. അവിടെ നിങ്ങൾ ഡീറ്റെയിൽസ് ആണ് കൊടുക്കേണ്ടത്. അതായത് സംസ്ഥാനം, ഭാഷ, വോട്ടറുടെ പേര്, വയസ്സോ അല്ലെങ്കിൽ ജനന തീയതിയോ നൽകുന്നതാണ് ഒന്നാം ഘട്ടം. അടുത്ത കോളത്തിൽ വോട്ടർ പട്ടികയിലെ ബന്ധുവിൻ്റെ പേര് നൽകണം. പിന്നീട് ജില്ലയും അസംബ്ലി മണ്ഡലവും നൽകിയാൽ വിവരങ്ങൾ ലഭിക്കുന്നതാണ്. മൂന്നാമത്തെ ഓപ്ഷൻ സെർച്ച് ബൈ മൊബൈൽ ആണ്. വോട്ടർ പട്ടികയുമായി മൊബൈൽ ഫോൺ നമ്പർ ബന്ധിപ്പിച്ചവർക്കാണ് ഈ രീതിയിൽ വിവരം അറിയാൻ സാധിക്കുക. സംസ്ഥാനം തിരഞ്ഞെടുത്ത് മൊബൈൽ ഫോൺ നമ്പറും നൽകിയാൽ OTP എത്തും. ഇത് നൽകിയാൽ വോട്ടറുടെ മുഴുവൻ വിവരങ്ങളും ലഭിക്കുന്നതാണ്.